ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പത്തനംതിട്ടയിലേക്കുള്ള ഒരു യാത്രയിലാണ്. നിങ്ങൾ ആലോചിക്കും ഞാൻ എന്തിനാണ് പത്തനംതിട്ടയിൽ പോകണമെന്ന്. കാര്യമുണ്ട്. നമ്മുടെ കൊച്ചു TV സൈക്കിൾ കോൺടെസ്റ്റ് വിന്നേഴ്സായ ഫസ്റ്റ് വിന്നർ അരവിന്ദാണ്. അരവിന്ദിന്റെ വീട് പത്തനംതിട്ട കൈപ്പട്ടൂരിലാണ്. അപ്പം അരവിന്ദിന്റെ വീട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ്. നമ്മുടെ സൈക്കിൾ കോൺടെസ്റ്റ് വിന്നേഴ്സ് ആയവർക്ക് ഓരോ സൈക്കിൾ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും അവർ അറിയിച്ചിട്ടില്ല. വീട്ടിൽ ചെല്ലുമ്പോഴാണ് അവരുടെ മൊത്തത്തിലുള്ള ഇമോഷനും എക്സൈറ്റ്മെന്റും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം എന്തായാലും ഞാനിങ്ങനെ യാത്ര പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഓൺ ദ വേ ആണ്, എത്തിയിട്ടില്ല, കുറച്ച് ദൂരം കൂടെ ഉണ്ട്. എന്നാലും ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അരവിന്ദന്റെ വീട്ടിൽ ചെന്നിട്ട് അറിയാം. അപ്പൊ നമ്മള് പത്തനംതിട്ടയുള്ള കൈപ്പട്ടൂരിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ അരവിന്ദിന്റെ വീട് തേടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ അരവിന്ദിന് കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റഡ് ആയിട്ടുള്ള സൈക്കിള്. അപ്പം അരവിന്ദിന്റെ അച്ഛൻ എന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നിപ്പുണ്ട്. അങ്ങനെ നമ്മുടെ കൊച്ചു TVയുടെ സൈക്കിൾ വിന്നറായ അരവിന്ദിന്റെ വീട് തേടി പത്തനംതിട്ട കൈപ്പട്ടൂർ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ചേട്ടാ ഇവിടെ അടുത്തല്ലേ? അധികം ദൂരമില്ല അല്ലേ? ശരിക്കും സൈക്കിൾ ഓടിക്കാൻ പറ്റിയ വഴികളാണ്. ഭയങ്കര പച്ചപ്പും ഒത്തിരി പ്രകൃതി രമണീയതയൊക്കെ ആവാഹിച്ചെടുത്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട് ശരിക്കും കാണാനായിട്ട്. അപ്പം ഇവിടെ സൈക്കിൾ ഓടിക്കാൻ പറ്റിയ ഒത്തിരി വഴികളുണ്ട്. എന്തായാലും അരവിന്ദന് അറിയില്ലല്ലോ നമ്മൾ വരുന്ന കാര്യം, ഈ സൈക്കിളിന്റെ കാര്യം അറിയില്ല. അപ്പൊ എന്തായാലും നമുക്കിന്ന് നല്ലൊരു ഇമോഷണൽ ടച്ചുള്ള ഫീലൊക്കെ ഇവിടെ നിന്ന് കിട്ടും. ആളെന്താ എക്സൈറ്റഡ് ആവോ വിഷമാവോ എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. എന്തായാലും നമുക്ക് പോവാലോ. ഇവിടുന്ന് നേരാ അല്ലേ? യെസ്, പോവാം. സമ്മാനം അടിച്ചിട്ടുണ്ട്. സൈക്കിള് നമ്മുടെ കൊച്ചു TVയുടെ വക മറ്റേ കോൺടെസ്റ്റിന് അയച്ചു കൊടുത്തായിരുന്നില്ലേ ഫോട്ടോ, അതിന് കിട്ടിയിരിക്കുന്ന വിന്നിംഗ് പ്രൈസ് ആണ് കേട്ടോ. ഹാപ്പി ആയോ? കൺഗ്രാറ്റ്സ് കേട്ടോ. എന്തായാലും ഇവിടെ ഒരു സൈക്കിൾ ഉണ്ട് സാറിൽ, ഇതും അതിലും കുറച്ചുകൂടെ വലിയ സൈക്കിൾ. ഇനിയിപ്പോ ഇവിടെയൊക്കെ ഓടിച്ചു കളിക്കണ്ടേ? വേണ്ട. എന്താ സന്തോഷമില്ലാത്ത എന്താ? ഈ പ്രൈസ് കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നോ? നമ്മൾ കൊച്ചു TVന്ന് വിളിക്കുമെന്ന് വിചാരിച്ചായിരുന്നു? ആണോ? ആള് ഓൾറെഡി കോൺഫിഡന്റ് ആയിരുന്നല്ലേ വിളിക്കുന്നത്? ആണോ? ഇഷ്ടമാണ്. അടുത്ത ആഴ്ച സൈക്കിൾ കിട്ടും ആള് ഉറപ്പിച്ചല്ലേ? എന്തോ അയച്ചു തന്നെ കൊച്ചു TVക്ക്? സെൽഫി അയച്ചു തന്നോ? എന്നിട്ട് സൈക്കിൾ കിട്ടുമെന്ന് വിചാരിച്ചോ? ഇല്ലല്ലോ. അപ്പൊ എന്നാ സൈക്കിൾ പിടിച്ചോ. സന്തോഷായോ? കൺഗ്രാറ്റ്സ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ അരവിന്ദിന്റെ ഫാമിലി ഉണ്ട്. പിന്നെ കൊച്ചു TV നൽകിയ ഒരു പുതുപുത്തൻ സൈക്കിൾ നമ്മുടെ കൂടെ ഉണ്ട്. വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ഇവരെല്ലാവരും അങ്ങ് പരിചയപ്പെടാം. എന്താ പേര്? ആശ. എന്ത് ചെയ്യുക? ഞാൻ ഇപ്പൊ MSc കഴിഞ്ഞിട്ട് ബാങ്കിന്റെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കും. ഞാൻ എന്റെ മുരളീധരൻ സ്വർണ്ണപ്പണി ചെയ്യുന്നു. ഇവിടെ പത്തനംതിട്ട ജോസ്കോ വർക്ക് ചെയ്യുന്നു. അരവിന്ദിന്റെ അമ്മ സുനിത വർക്ക് ചെയ്യുന്നുണ്ടോ ചേച്ചി? ഇല്ല. അരവിന്ദ് എങ്ങനെ കുസൃതിയാണോ? കുസൃതിയൊക്കെ ഉണ്ട്. ഭയങ്കര കുസൃതിയാണ്. ഇത് അയച്ചപ്പോഴേ എനിക്ക് കിട്ടിയ അമ്മയെന്നാ എന്നോട് പറഞ്ഞത്. അയച്ചു കഴിഞ്ഞപ്പോൾ ആര് പറഞ്ഞു നമുക്ക് കിട്ടി? ഉറപ്പാടും പറയുമായിരുന്നു. മോന്റെ വല്യമ്മയാ. എങ്ങനെയുണ്ട് മോന്റെ കുസൃതിയൊക്കെ? എങ്ങനെയോ മിടുക്കനാ. അയ്യോ, ഇവിടെ അമ്മ പറഞ്ഞു ഭയങ്കര കുസൃതിയാന്ന്, വല്യമ്മ പറഞ്ഞു ഭയങ്കര മിടുക്കനാണ്. ഇത് ഏതിലെ സത്യത? മിടുക്കനും കുസൃതിയും ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല മോനാണ്. ആണല്ലേ? ഈ മാസം മോന്റെ ബർത്ത്ഡേ ആയിരുന്നു 10-ാം തീയതി. അപ്പൊ അതിന്റെ പ്രത്യേക നന്ദിയുണ്ട് സൂര്യ TVക്കും കൊച്ചു TVക്കും. അപ്പൊ ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ഈ മാസം. ആ മാസം തന്നെ ഒരു ഗിഫ്റ്റും കിട്ടി. ഫോട്ടോ അയച്ചപ്പോ തന്നെ അവന് ഉറപ്പായിരുന്നു. എനിക്ക് തന്നെ ചേച്ചിക്കും വിശ്വാസം ഉണ്ടായിരുന്നു കിട്ടുമെന്ന് വല്ല ഐഡിയ ഉണ്ടായിരുന്നു? ഈ റിപ്ലൈ വന്നപ്പം തോന്നിയായിരുന്നു കിട്ടുമായിരുന്നു അല്ലേ? അല്ലാണ്ട് വെറുതെ റിപ്ലൈ തരില്ലല്ലോ. പിന്നെ നമ്മൾ ഒരുപാട് അവനെ പ്രതീക്ഷിപ്പിച്ചില്ല, അറിയില്ലല്ലോ. അത് കിട്ടിയില്ലെങ്കിൽ ആൾക്ക് വിഷമമുണ്ടെന്ന് വിചാരിപ്പിച്ചില്ല അല്ലെ? എന്തായാലും ബർത്ത്ഡേ ആയി ആ മാസം തന്നെ നമ്മുടെ കൊച്ചു TVയുടെ വക സമ്മാനം നല്ലൊരു ഹെർക്കുലസിന്റെ ഒരു സൈക്കിള് കിട്ടി. ഇതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ ഇനി ചെയ്യേണ്ടത് ഇതുപോലുള്ള കോൺടെസ്റ്റ് വരുമ്പോ ഇനിയും ട്രൈ ചെയ്യാം. നമുക്ക് കിട്ടുമോ കിട്ടാണ്ടിരിക്കുമെന്നല്ല, ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഒരു അല്ലേ ആന്റി? കറക്റ്റ് അല്ലേ? അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ഇനി സൈക്കിളൊക്കെ ഓടിച്ച് അടിച്ചു പൊളിക്ക്. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൈക്കിൾ കോൺടെസ്റ്റ് വിന്നേഴ്സ് ആയ കൂട്ടുകാരുടെ അടുത്തേക്ക് നമ്മളിങ്ങനെ യാത്ര തിരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ കോട്ടയത്തുള്ള ഏഴോലിക്കൽ അല്ലേ?
വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലപ്പേരാണ്. ഏഴോലിക്കലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അജയ് ദാസിനെ തേടിയിട്ടാണ് ഞങ്ങൾ ശരിക്കും കോട്ടയം ഈ ഏഴോലിക്കൽ പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. അജയ് ദാസിന്റെ റിലേറ്റീവ് എൻ്റെ കൂടെയുണ്ട്. ഹായ് ചേട്ടാ, ഞങ്ങൾ മനസ്സിലായോ ടീം മൊത്തം? നമ്മൾ കൊച്ചു ടിവിന്ന് ഒരു സൈക്കിൾ അജയ് ദാസിന് കൊടുക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് കോട്ടയം വരെ എത്തിയിരിക്കുകയാണ്, ഏഴോലിക്കൽ വരെ. അപ്പോൾ എവിടെ അജയ് ദാസിന് ശരിക്കുള്ള വീട്? ഇവിടെ എവിടെ ആയിട്ട് വരും? കുറച്ച് ആ സൈഡിലേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. അജിദാസ് നമ്മൾ അറിയിച്ചിട്ടില്ല, പാരൻസിനെ വിളിച്ച് അറിയിച്ചിട്ടുള്ളൂ ഇങ്ങനെ സൈക്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്, സൈക്കിൾ അടിച്ചിട്ടുണ്ടെന്ന്. എന്തായാലും നമുക്ക് അങ്ങ് പോയാലോ? വാവ്, കിടിലൻ സ്ഥലമാണ്, സൂപ്പറാണ്. അപ്പോൾ നമ്മൾ അജയ് ദാസിനെ തേടിയുള്ള യാത്രയിൽ ഞാനിങ്ങനെ നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലങ്ങൾ കണ്ടിങ്ങനെ നടക്കുവാണ്. അപ്പം നമ്മളെ വരവേൽക്കാനായിട്ട് ഇവിടെ കുറേ നമ്മുടെ ഇവിടുത്തെ എല്ലാ നാട്ടുകാരുണ്ട്, കുറേ പിള്ളേരുണ്ട് എൻ്റെ പുറകിൽ. അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. എവിടെ കണ്ണൻ? മിസ്റ്റർ കണ്ണൻ, ഹായ് കണ്ണ. കണ്ണനുള്ള ഒരു സൈക്കിളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. വന്നേ ചോദിക്കട്ടെ, പേര് കണ്ണൻ അല്ലേ? അജയ് ദാസ് ആണല്ലോ പറഞ്ഞ ഞങ്ങളുടെ അടുത്ത്. ശരിക്കുള്ള പേര് അജയ് ദാസ്, വീട്ടിൽ വിളിക്കുന്നത് കണ്ണൻ. ഒരു കൊച്ചു കണ്ണൻ തന്നെയാണോ അവിടുത്തെ? ആണോ? യെസ്. അപ്പം എങ്ങനെ ഇതിലേക്ക് അയച്ചത്? SMS-ഉം ഫോട്ടോസൊക്കെ എങ്ങനെ അയച്ചത്? ഫോണിൽ വിളിച്ചു. ആരാ തന്നെ ഫോണൊക്കെ? സ്വന്തമായിട്ട് ഫോണൊന്നുമില്ലല്ലോ. അപ്പൊ അച്ഛന്റെ ഫോൺ നിർത്തി അയച്ചോ? അച്ഛൻ വല്ല ചീത്ത ഒന്നും പറഞ്ഞോ? അത്രയും പൈസ കളഞ്ഞു ഒന്നും പറഞ്ഞില്ല. അപ്പൊ അച്ഛന്റെ ഫോണിൽ നിന്നാണ് ആള് ഫോട്ടോ സെൽഫി എടുത്ത് അയച്ചത്. എന്നിട്ട് ഇതാ ഇപ്പൊ സ്വന്തമായിട്ട് ഒരു സൈക്കിൾ കിട്ടിയിരിക്കുക. അതൊക്കെ ആയിരിക്കും സ്വന്തമായിട്ട് തന്നിരിക്കുകയാണ് സൈക്കിള്. നല്ലൊരു കൈഡ് കൊടുത്ത ആദ്യം. സന്തോഷമായില്ലേ? ഇവിടെ എല്ലാ നാട്ടുകാരും അജയ്ക്ക് സൈക്കിൾ കിട്ടുന്ന കാണാൻ വേണ്ടി വന്ന് നിൽക്കുമായിരുന്നു. യെസ്. അപ്പം അജയുടെ സ്വന്തമായിട്ട് ഹെർക്കുലീസിന്റെ ഒരു സൈക്കിൾ നമ്മുടെ കൊച്ചു ടിവിയുടെ വക. ഹാപ്പി? അപ്പൊ ഇനി ഓടിച്ചോ. TV സൈക്കിൾ കോൺടെസ്റ്റ് വിന്നറായ അജയുടെ ഫാമിലി ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. നമുക്ക് അവരൊന്നും പരിചയപ്പെടാം. അജയനെ മാത്രമേ നമ്മൾ പരിചയപ്പെട്ടുള്ളൂ. ഹായ് ചേച്ചി, എന്താ പേര്? എന്ത് ചെയ്യുക? എവിടെ വർക്ക്? SML. അജയ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്. ഏത് സ്കൂളിലാണ്? മാടപ്പള്ളി CSCP സ്കൂൾ. എങ്ങനെ പോണു ക്ലാസ്സൊക്കെ? കുഴപ്പമില്ല, അടിപൊളിയായി പോണു. എന്താ മോളുടെ പേര്? അഞ്ജന ഗിരീഷ്. അഞ്ജന ഗിരീഷ് എത്രയിലാണ് പഠിക്കുന്നത്? 4 പഠിക്കുന്നു. ഏത് സ്കൂളിലാണ്? മാടപ്പള്ളി. രണ്ടുപേരും ഒരു സ്കൂളിലാണോ? യെസ്. അപ്പം എങ്ങനെയായിരുന്നു മോനി ഒരു കോൺടെസ്റ്റിലേക്ക് SMS അയച്ചത്? ഐ മീൻ ഫോട്ടോ അയച്ചത്? ഞങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇതേവരെ അറിയില്ല, ഇപ്പോഴാണ് അറിയണത്. കൊച്ചു TV ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചു TV ആണ്, ഞങ്ങളെ പോലും കാണിക്കത്തില്ല. അത് അങ്ങനെയാണ് പുള്ളി ഇത് അയച്ചത്. ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല. ചേട്ടന്റെ ഫോണിൽ നിന്നാണ്? ഞങ്ങൾ അറിയുന്നത് ചേട്ടന്റെ ഫോണിൽ നിന്നാണ് അയച്ചത്. ആണല്ലേ? എങ്ങനെയായിരുന്നു അപ്പൊ ആള് ഫോട്ടോ എങ്ങനെ സ്വയം എടുത്തോ? ഇനിയിപ്പോ ക്ലാസ്സിൽ പോയിട്ട് എന്താ പറയാൻ പോകുന്നത്? സൈക്കിൾ കിട്ടിയെന്ന് പറയും. ഈ സൈക്കിളും കൊണ്ടാണ് എന്നെ ക്ലാസ്സിൽ പോവാ? ഇത്ര നാളും എങ്ങനെ പോയിക്കൊണ്ടിരുന്നത്? ബസ്സിന്. കൊച്ചിന് ഇഷ്ടമുള്ള കാർട്ടൂൺ ഏതാ? എനിക്ക് ഡോറയാണ് ഇഷ്ടം. മോൻ ഏതാ ഇഷ്ടം? ജാക്കി ചാൻ. രണ്ടുപേരും ജോറും ജാക്കി ചാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഇടി ഉണ്ടാവാറുണ്ടോ? അപ്പൊ ഹാപ്പി ആണല്ലോ അങ്കിൾ. ഇനി കൊച്ചു TV കാണുന്നതിന് ചീത്ത ഒന്നും പറയരുത് കേട്ടോ. കൊച്ചു TV കാരണം ഒരു സൈക്കിൾ ഇവിടെ വന്നത് പഠിച്ചാൽ മാത്രം മതിയല്ലേ. അപ്പൊ എനിവേസ് താങ്ക് യു സോ മച്ച്. കൊച്ചു ടിവിയുടെ സൈക്കിൾ കോൺടെസ്റ്റ് വിന്നേഴ്സിനെ തേടിയുള്ള യാത്രയിൽ ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി പരിചയപ്പെടാൻ പോകുന്നത് രാഹുലിനെയാണ്. രാഹുലിന്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നല്ല ശാന്തസുന്ദരമായിട്ട് ഒത്തിരി മരങ്ങളും അതുപോലെ തന്നെ കുറച്ചൊരു കൂളിംഗ് ഫീലൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ളൊരു മലമ്പ്രദേശമാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയിട്ടില്ല രാഹുലിന്റെ വീട്ടിൽ, ഓൺ ദ വേ ആണ്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് രാഹുലിന്റെ വീട്ടിൽ ചെന്നിട്ട് പരിചയപ്പെടാം. ഹായ് ചേട്ടാ, രാഹുലിന്റെ വീടാണോ? ആ, നമ്മുടെ രാഹുലിന് കൊച്ചു ടിവിയുടെ സൈക്കിൾ കോൺടെസ്റ്റിൽ വിന്നർ ആയതോടെ ഒരു സൈക്കിൾ സമ്മാനമായിട്ട് ലഭിക്കുന്നുണ്ട്. അപ്പൊ രാഹുലിനൊന്ന് വിളിക്കാമോ? ഹായ്. ആദ്യം തന്നെ ഒരു കൺഗ്രാറ്റുലേഷൻസ്. എന്തിനാന്ന് മനസ്സിലായോ? എന്തിനാ മനസ്സിലായോ? സൈക്കിള്
കിട്ടിയിട്ടുണ്ടാവണം അല്ലേ? നമ്മുടെ കൊച്ചി ടിവിയുടെ ക്യാമറ ലോഗോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആൾക്ക് ഏകദേശം ഒരു ഊഹം കിട്ടിയിട്ടുണ്ട്. രാഹുൽ നമ്മുടെ സൈക്കിൾ കോൺടെസ്റ്റിലെ വിന്നറായിട്ട് ഹെർക്കുലസിന്റെ ഒരു അടിപൊളി സൈക്കിൾ കിട്ടുന്നുണ്ട്. ഹാപ്പി ആയോ? ഇതെങ്ങനെ ഈ SMS എങ്ങനെ അയച്ചത്? ഞാൻ കൊച്ചി ടി വി കണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സൈക്കിള് കോൺടെസ്റ്റിന്റെ കാര്യം കണ്ടായിരുന്നു. ആ, വെറുതെ SMS അയച്ചതാണ്. ആരുടെ ഫോണിന്ന് അയച്ചേ? പപ്പയുടെ ഫോണിൽ ആണോ? എന്നിട്ട് അയച്ചപ്പോ കിട്ടുമെന്ന് വിചാരിച്ചായിരുന്നോ? ഞാൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ? യെസ്, ഓക്കെ. സൈക്കിൾ ഉണ്ടോ മോന്? ഇല്ല. അപ്പൊ എന്തായാലും ഇനിയിപ്പോ സൈക്കിൾ മേടിക്കുന്ന കാര്യത്തിൽ ഒരു സൈക്കിൾ അങ്ങ് സമ്മാനമായിട്ട് കിട്ടുവാണ്. ഹാപ്പി അല്ലേ? അപ്പൊ നമുക്ക് സൈക്കിൾ കണ്ടാലോ? സൈക്കിൾ ഇഷ്ടമായോ? ഇഷ്ടമായോ? എങ്ങനെയുണ്ട് സൈക്കിൾ മൊത്തത്തില്? നല്ല അടിപൊളി സൈക്കിൾ അല്ലേ? അപ്പൊ ഇനിയിപ്പോ സ്കൂളിൽ പോകുമ്പോ എങ്ങനെയാ സൈക്കിൾ ഓടിക്കൊണ്ടാണോ പോകുന്നത്? അല്ല, കാറ്റഗിസത്തിന് ഞാൻ സൈക്കിൾ ഓടിക്കും. സൈക്കിൾ ഓടിക്കണം. അപ്പൊ ഇനി ഈ സൈക്കിൾ ഓടിങ്ങ് പോവാലോ? ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുമല്ലോ. എന്താ പറയാ ഫ്രണ്ട്സിന്റെ അടുത്ത്? എനിക്ക് കൊച്ചി ടിവിന്ന് സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ നിങ്ങൾക്ക് സൈക്കിൾ വേണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയും? ഇതുപോലെ കോൺടെസ്റ്റ് വരുമ്പോ SMS അയക്കാം അല്ലേ? യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് രാഹുലിന്റെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും വികൃതിയായിട്ടുള്ള ആളാണ് ഈ ഫാമിലിയില്. ഹലോ പറടാ, ഒരു ഹലോ പറഞ്ഞു. ഹലോ, എന്തോ അങ്കിൾ? എന്റെ പേര് പുന്നൂസ്. അങ്കിൾ എന്ത് ചെയ്യുവാണ്? XBS ഇപ്പം രാഹുലിന്റെ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദർ ആണ്. ഗ്രാൻഡ് ആണല്ലേ? ആന്റിന്റെ പേരെന്താ? മേരി. ആന്റി എന്ത് ചെയ്യുവാ? ഞാൻ റിട്ടയർഡ് നേഴ്സാ. ഓക്കെ. ഇപ്പം രാഹുൽ അനിയത്തി കുട്ടിയല്ലേ ഇത്? അനിയത്തി കുട്ടിയുടെ പേരെന്താ? റിയ. റിയ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 5ല്. റിയക്ക് സൈക്കിൾ ഓട്ടാൻ അറിയാം. അപ്പൊ പിന്നെ ഇതിപ്പോ രാഹുൽ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ടൈം വെക്കാം. ആന്റി ഇപ്പോഴും ഉറപ്പിച്ചു നെക്സ്റ്റ് ടൈം ഇനിയിപ്പോ മോക്ക് കൊണ്ടുപോയിട്ടേ കാര്യമുള്ളൂ അല്ലേ? അപ്പൊ ഇനിയിപ്പോ പിള്ളേർ SMS അയക്കുമ്പോ ചീത്തയൊന്നും പറഞ്ഞേക്കാം. അത് നെവർ. ഇനി പറയത്തില്ലല്ലോ. ഇപ്പൊ നമുക്കൊരു അനുഭവം ഉണ്ട്, ഒരു സമ്മാനം കിട്ടിയ അനുഭവം ഉണ്ട്. ഇനി പറയത്തില്ല. അതിന് പറയാം. അപ്പൊ റിയ കൊച്ചി ഇനി എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞ? 5ല്. 5ലെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകും? ഈ രാവിലെ പഠിക്കുവോ? അത് വെറുതെയാണ്. പഠിക്കുവോ? ഫുൾ ടൈം കുരുത്തക്കേടാണ്? അങ്ങനെ ഒന്നുമില്ല അല്ലേ? ഇവിടെ അമ്മ പറഞ്ഞു കൊടുക്കാം, അങ്ങനെ പറയണ്ട. രാഹുലിന്റെ മമ്മി? അല്ലല്ല, ആന്റിയാ. ആന്റിയാണ്. ഓക്കെ. ആന്റി എന്ത് ചെയ്യുവാണ്? ഞാൻ സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂരിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. എങ്ങനെ പോകുന്നു ജോബൊക്കെ? അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പം ഇങ്ങനെ ഒരു പ്രൈസ് കിട്ടിയപ്പോ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പ്രൈസ്? അതെ അതെ അതെ, ആദ്യമായിട്ടാണല്ലോ ഒരു ചാനലിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ഹാപ്പി അല്ലേ രാഹുൽ മൊത്തത്തില്? അപ്പൊ നമുക്ക് ഈ ഫാമിലി ഒരു സന്തോഷമല്ലേ, നമുക്കൊരു അടിപൊളി പാട്ടങ്ങ് പാടി തരാൻ പോവാണ്. റെഡി അല്ലേ? ആന്റി ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുവാണ്. ആന്റിയാണ് ഇവിടുത്തെ ഏറ്റവും എനർജി പവറിങ് അല്ലെ റിസോഴ്സ് ഇവിടുത്തെ. അപ്പൊ ആന്റി നമുക്ക് തുടങ്ങിയാലോ? റെഡി? 1 2 3. കൈക്കോട്ടും കണ്ടിട്ടില്ല, കയ്യിൽ തഴമ്പുമില്ല, തീ കണ്ടോന്ന് കിത്താപം കണ്ടിട്ടില്ല. കച്ചറ കാട്ടി നടക്കും, കിച്ചറ കാട്ടി വടക്കായി, വടക്കും തെക്കും നടന്ന് നാട് ഓടി. നല്ലൊരു കൈ കൊടുത്തേ.